വെൽക്കം ടു ഓൾ. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡുകളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡും പിന്നെ വരുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് മെത്തേഡും. ഇത് രണ്ടും നമുക്ക് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് പ്രോബ്ലം എന്നുള്ള ഒരു ഓറിയന്റേഷനിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ മെത്തേഡ്സും കൂടി ഉണ്ട് ഫോർ എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഇത് തിയററ്റിക്കലി മാത്രമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ഇതിന്റെ ഒരു പ്രോബ്ലം ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കില്ല. പക്ഷെ ഒരു എസ്സേ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എന്നുള്ളൊരു എസ്സേ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് കോൺസെപ്റ്റുകൾക്ക് പുറമെ ഈ അഡീഷണലി വരുന്ന ഈ പോയിന്റും കൂടി കുറിക്കേണ്ടി വരും. ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ്. പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഏത് പീരീഡിലേക്കാണോ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അതൊരു ഫ്യൂച്ചർ പീരീഡിലേക്ക് ആവുമല്ലോ, അതുകൊണ്ടാണ് അവിടെ എസ്റ്റിമേഷൻ. അപ്പൊ ആ ഫ്യൂച്ചർ പീരീഡിലേക്ക് വേണ്ട അസറ്റിന്റെ വാല്യൂ ലൈബിലിറ്റീസിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാണ്? ഫോർകാസ്റ്റ് ചെയ്യാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ വി ആർ എസ്റ്റിമേറ്റിംഗ് ഡിഫറെന്റ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ബട്ട് വി ആർ നോട്ട് എസ്റ്റിമേറ്റിംഗ് ദ ക്യാഷ്. അവിടെ നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് കൺസിഡർ ചെയ്യുന്നില്ല. ബാക്കി നമുക്ക് വേണ്ട ഡിഫറെന്റ് അസറ്റുകളും ലൈബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും? എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്ത അസറ്റിന്റെയും ലൈബിലിറ്റീസിന്റെയും വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. അതായത് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ഫോർ ഫ്യൂച്ചർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്ത അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിന്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമുക്കറിയാം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂ ഓഫ് അസറ്റ്സും എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂ ഓഫ് ലൈബിലിറ്റിയാണ്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും എന്തുണ്ടാവും? ദർ മേ ഒക്വർ സം ഡിഫറൻസ്. ഒന്നില്ലെങ്കിൽ അസറ്റ് സൈഡിലായിരിക്കാം കുറവ്, അല്ലെങ്കിൽ ലൈബിലിറ്റി സൈഡിലായിരിക്കും കുറവ്. ആ ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യും? സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ആയിട്ട് ട്രീറ്റ് ചെയ്യാണ് ചെയ്യുക. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ലൈബിലിറ്റി സൈഡ് എന്ന് പറയുന്നത് 2 lakh ഉണ്ട്. അതായത് വി ഹാവ് സോഴ്സ് ഓഫ് ഫണ്ട് എന്നാണല്ലോ ലൈബിലിറ്റി സൈഡിന്റെ അർത്ഥം, 2 ലക്ഷം. അസറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? 1,60,000 ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ യൂസ് ഓഫ് ഫണ്ട് അത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി എന്തുണ്ട്? 40,000 രൂപ അവിടെ അസറ്റ് സൈഡ് ബാലൻസ് ചെയ്യണം. അപ്പൊ 40,000 രൂപ നമ്മൾ എന്തായിട്ട് എഴുതും? ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് എഴുതും. അതായത് വി ഹാവ് എക്സസ് എമൗണ്ട് ഓഫ് ഫണ്ട്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട്. അപ്പൊ ലൈബിലിറ്റി സൈഡ് ആണ് അസറ്റ് സൈഡിനെക്കാട്ടിലും കൂടുതലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? there already exists some amount of fund that we can be used for working capital requirement അല്ലെങ്കിൽ managing day to day operation. കാരണം we have 2 lakh rupees as source but we are still only used 1,60,000. so there is an excess amount of 40,000. അത് നമ്മൾ എന്തായിട്ട് എഴുതും? ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റിന്റെയും ലൈബിലിറ്റീസിന്റെ ഒക്കെ വാല്യൂ ഫോർകാസ്റ്റ് ചെയ്യും നമ്മൾ ഒരിക്കലും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ഫോർകാസ്റ്റ് ചെയ്യില്ല. ആ വരുന്ന ഡിഫറൻസിലെ അത് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡും അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ് ചെയ്യുന്നത്. ഇഫ് ലൈബിലിറ്റി സൈഡ് ഈസ് മോർ ദാൻ അസറ്റ് സൈഡ് വി ക്യാൻ ഷോ ദ ഡിഫറൻസ് ആസ് ക്യാഷ് ഇൻ ഹാൻഡ്. ഇനി നേരെ തിരിച്ചു വരാം. എന്താണ്? അസറ്റ് സൈഡിന്റെ ടോട്ടൽ ആണ് കൂടുതൽ. ഇപ്പൊ 2 lakh അസറ്റ് സൈഡ്, ലൈബിലിറ്റി സൈഡ് 1,60,000 ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? വി നീഡ് 2 lakh rupees. വി ഹാവ് അപ്ലിക്കേഷൻ ഓഫ് 2 lakh rupees. 2 ലക്ഷം രൂപയുടെ അപ്ലിക്കേഷൻ അവിടെ ഉണ്ട്. പക്ഷെ എന്താണ്? ലൈബിലിറ്റി സൈഡിൽ 1,60,000 ഉള്ളൂ. അതായത് 1,60,000 രൂപ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 2 ലക്ഷത്തിന്റെ അപ്ലിക്കേഷൻ നമുക്ക് ഫ്യൂച്ചർ പീരീഡിൽ ഉണ്ട് തന്നെ. അപ്പൊ 40,000 രൂപയുടെ കൂടുതൽ റിക്വയർമെന്റ് ഉണ്ട്. അപ്പൊ അവിടെ ലൈബിലിറ്റി സൈഡിൽ ഷോർട്ടേജ് ആണ്. അപ്പൊ we need to find more amount for financing working capital. അപ്പൊ നമ്മൾ ലൈബിലിറ്റി സൈഡിലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ 40,000 രൂപ എഴുതും. സോ വി ക്യാൻ ഫിനാൻസ് ദ അഡീഷണൽ റിക്വയർമെന്റ് ത്രൂ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് തന്നെ എഴുതണമെന്നൊന്നുമില്ല, ഏത് മീൻ വേണമെങ്കിലും എഴുതാം. അപ്പൊ അങ്ങനെയാണ് ആ ഡിഫറൻസ് ബിറ്റ്വീൻ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് projected balance sheet will be treated as surplus and deficiency. അപ്പൊ അങ്ങനെ ഒരു deficiency ഉണ്ടെങ്കിൽ we have to arrange some more fund for financing
വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് മനസ്സിലാക്കുക. ഇതാണ് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് ആണ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ്. സെയിം സംഭവം തന്നെയാണ്. ഇവിടെ നമ്മൾ എന്താണ് പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യണം. അതായത് ഫ്യൂച്ചറിൽ വരുന്ന പീരീഡിന്റെ ബേസ് നമ്മൾ അവിടെ ബാലൻസ് ഷീറ്റ് ആണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇവിടെ പി ആൻഡ് എൽ അക്കൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. പി ആൻഡ് എക്സ്പെൻസും ഇൻകം ലിസ്റ്റ് ചെയ്തിട്ട് വി വിൽ എസ്റ്റിമേറ്റ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പൊ നമുക്കറിയാം നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ 1,60,60,000 ഉണ്ട്. അതിലൊരു 50,000 രൂപ നമുക്ക് പ്രോഫിറ്റ് ആയി കിട്ടുമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ഓൺലി 1,10,000. അത് തന്നെയാണ് അവിടെ മീനിങ്. അപ്പൊ നമ്മൾക്ക് എന്താണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് നമ്മൾ ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും എസ്റ്റിമേറ്റ് എന്നിട്ട് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കും. അപ്പൊ അതാണ് എന്ത് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ അവിടെ പ്രോഫിറ്റ് ആണ് കൂടുതലെങ്കിൽ അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ ആണ് കൂടുതലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് വി ഹാവ് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ക്യാഷ്. സോ വി നീഡ് നോട്ട് ബി ബോദർ അബൌട്ട് ദി എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതല്ല ഔട്ട്ഫ്ലോ ആണ് കൂടുതലെങ്കിൽ അവിടുത്തെ എന്താണ് വി നീഡ് ടു ബോദർ അബൌട്ട് ദ വർക്കിംഗ് ക്യാപിറ്റൽ. വി ഹാവ് ടു ഐഡന്റിഫൈ മോർ എമൗണ്ട് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ്. പിന്നെ വരുന്നതാണ് ക്യാഷ്. അപ്പൊ എന്താണ് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ്. ഇനി വരുന്നതാണ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്. ഇത് നേരത്തെ പറഞ്ഞ പോലെയാണ്. ഇവിടെ എന്ത് ചെയ്യും ക്യാഷ് റെസീറ്റും ക്യാഷ് പേയ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും എസ്റ്റിമേറ്റ് ചെയ്യും. ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് റെസീപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സർപ്ലസ് ഓഫ് ക്യാഷ് ആയിട്ടിരിക്കും. ഇതെന്ന് പറയുന്നത് ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക, വേറെ ഒന്നുമില്ല. അവിടെ സർപ്ലസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം വി ഹാവ് ഇനഫ് ഫണ്ട് ടു മീറ്റ് അവർ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അവിടെ ഡെഫിഷ്യൻസി ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് സം മോർ ഫണ്ട്സ്. പിന്നെ വരുന്നതാണ് സീറോ വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ്. സീറോ വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പുതിയൊരു കോൺസെപ്റ്റ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നും വേണ്ട അതാണ്. അതായത് ഏത് സമയത്തും കമ്പനീസ് കറന്റ് അസറ്റ് ഷുഡ് ബി എക്സാക്ട്ലി ഈക്വൽ ടു കറന്റ് ലൈബിലിറ്റീസ്. അതായത് ഇവിടെ എന്താന്ന് വെച്ചാ എക്സസീവ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻവെന്ററീസ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഒഴിവാക്കുക. അങ്ങനെ ഫണ്ട് ബ്ലോക്ക് ആവുന്നത് ഒഴിവാക്കുക. അങ്ങനെ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യാന്നാണ് ഇവിടെ അർത്ഥം. സീറോ വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലൈബിലിറ്റി ആണ്. അപ്പൊ അത് എത്രയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത്ര അവിടെ എമൗണ്ട് എക്സസ് ആയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഒരു എക്സസിന്റെ ആവശ്യമില്ല. വി ഓൾവേസ് നീഡ് ടു മെയിൻറ്റെയിൻ zero working capital. We have to structure our assets and liabilities in such a way that current asset is always equal to current liabilities. അതായത് എപ്പോഴും ഇന്റേണലി ജനറേറ്റ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് should be able to set off the ലൈബിലിറ്റീസ്. അങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്താൽ അത് ഒരുപാട് ഫണ്ട് ഇൻവെന്ററിയിലും ഒരുപാട് ഫണ്ട് വേറെ സംഭവങ്ങളിലൊന്നും കയറി ബ്ലോക്ക് ആവേണ്ട കാര്യമില്ല എന്നർത്ഥം. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പോ വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷൻ മെത്തേഡ് നമ്മൾ 5 എണ്ണം ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്തിട്ട്, പിന്നെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്, പിന്നെ വരുന്നത് എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ്, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ്, ക്യാഷ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്, സീറോ വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ്. ഇതാണ് നമ്മുടെ മെത്തേഡ്. ഇത് നമ്മൾ ഒരു തിയറട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഇത് ഇമ്പോർട്ടന്റ് ആണ്. പ്രാക്ടിക്കലിൽ നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല. അത്ര വലിയ തല പുകയാനുള്ള പ്രോബ്ലം ഒന്നും ഇല്ല. ജസ്റ്റ് ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാനുള്ളൂ. ഇപ്പൊ ഡ്യൂ ടു നമ്മുടെ ടൈം ലിമിറ്റേഷൻസ് കാരണം ഇല്ലുസ്ട്രേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. അതർവൈസ് വി വിൽ സ്കിപ്പ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പൊ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും.